നെടുമങ്ങാട് തീർച്ചയായിട്ടും ശക്തമായ പോരാട്ടമുണ്ട്. പക്ഷേ അതും നമ്മൾ ആറ്റിങ്ങലൊക്കെ പറഞ്ഞതുപോലെ നേരത്തെ UDF-ന്റെ MLA-മാരൊക്കെ പാലോടിയെ പോലുള്ള നേതാക്കളൊക്കെ ജയിച്ചു വന്ന മണ്ഡലമാണെങ്കിൽ പോലും ഇപ്പോൾ നെടുമങ്ങാട് കുറച്ചുകൂടി ഒരു ഇടത് സ്വഭാവമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടിന്റെ മെജോറിറ്റി കിട്ടിയ മണ്ഡലമാണ്. അതിനുമപ്പുറത്തേക്ക് GR അനിൽ ഭക്ഷ്യമന്ത്രിയാണ്, സംസ്ഥാന വട്ടായി നിറഞ്ഞു പ്രവർത്തിച്ച മന്ത്രിയാണ്, നേതാവാണ്. എവിടെയും സീറ്റ് കൊടുക്കേണ്ട കരുനാഗപ്പള്ളിയിൽ സീറ്റ് വെട്ടി നിർത്തിയിരുന്ന CPI ഒഴിവാക്കിയിരുന്ന സി ദിവാരൻ അവസാനം മത്സരിക്കാൻ സീറ്റില്ലാത്ത ഒരു സ്ഥലത്തേക്ക് സി ദിവാരനെ കൊണ്ട് ഇറക്കുന്നു. നെടുമങ്ങാട് കോൺഗ്രസിന്റെ കോട്ടയിൽ ഇറക്കുന്നു. അവിടെ നിന്ന് സി ദിവാരൻ പിടിച്ചെടുത്ത മണ്ഡലമാണ് നെടുമങ്ങാട്. അതിപ്പോഴും രണ്ടുപേരുടെയും പക്ഷത്ത് രണ്ടുപേരും കണക്കൂട്ടുന്ന മണ്ഡലം തന്നെയാണല്ലേ? രണ്ടുപേരും കണക്കൂട്ടെന്ന് പറയുന്നത് കുറച്ചുകൂടി സാധ്യത എനിക്ക് തോന്നുന്നു അവിടെ ഇടതുമുണ്ടിക്ക് തന്നെയാണ്. GR അനിലിന്റെ മന്ത്രി എന്ന നിലയിൽ വ്യക്തിപ്രഭാവവും CPM-ന്റെ ഒരു സംഘടനാ ശക്തിയും ഒക്കെ വരുമ്പോൾ നെടുമങ്ങാട് കാര്യമായ ഒരു അട്ടിമറി ഇത്തവണയും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വട്ടിയൂർക്കാവ് എന്തായാലും വിശദമായി തന്നെ പരിശോധിക്കണം. കാരണം വട്ടിയൂർക്കാവ് ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അതിന്റെ കണക്കുകൾ സഹിതം തന്നെ പരിശോധിക്കണം. മറ്റൊന്ന് കഴക്കൂട്ടവും നമുക്ക് അങ്ങനെ വിശദമായി പരിശോധിക്കേണ്ട മണ്ഡലമാണ്. അവിടെയും ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. മറ്റൊന്ന് വാമനപുരമാണ്. വാമനപുരത്ത് അങ്ങനെ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ അവസ്ഥയൊന്നുമില്ല. വാമനപുരത്തിന്റെ ഒരു ഇടതുമുന്നണി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നത്? കിരൺ, വാമനപുരം ഒരു ത്രികോണ പോരാട്ടമില്ല, ഇടതുമുന്നണിയുടെ കോട്ടയാണ്. എത്രയോ വർഷങ്ങളെ പതിറ്റാണ്ടുകളായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികളല്ലാതെ ആരും ജയിക്കാത്ത മണ്ഡലമാണ്. ഏത് വിപരീത സാഹചര്യങ്ങളിലും ഏത് എതിർ കൊടുങ്കാറ്റുകളിലും ആടി ഉലയാത്ത മണ്ഡലമെന്ന് CPM വിശ്വസിച്ചിരുന്ന മണ്ഡലമാണ് വാമനപുരം. ഇത്തവണയും വാമനപുരം CPM വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത്ര എളുപ്പമല്ല. വലിയ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അത്രയധികം ആത്മവിശ്വാസമോ അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതെങ്കിലും CPM വാമനപുരം കണക്കൂടുന്ന UDF-ന്റെ സാധ്യതകളിലേക്ക് വരുമ്പോൾ നമുക്ക് വാമനപുരം കുറച്ച് വിശദമായി പറഞ്ഞു പോകണം. ചിറയൻകീഴ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയുടെ വലിയ കോട്ടയായി നിൽക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ മത്സരം ഉണ്ടാവേണ്ടാത്ത മണ്ഡലമായിരുന്നു. പക്ഷേ ഇക്കുറി രമ്യ ഹരിദാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു. രമ്യ ഹരിദാസ് വന്നതോടുകൂടി ആ ചിത്രത്തിന്റെ ആകെ മത്സരചിത്രം തന്നെ മാറുന്നു. അവിടെ ഇപ്പോഴും എങ്ങനെയാണ് LDF അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നത്? ചിറയൻകീഴിൽ മികച്ച മാർജിൻ ജയിക്കുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ കണക്ക്. അവിടെ വിജയിച്ച് വരും. വലിയ പ്രതികൂല ഘടകങ്ങൾ, പ്രത്യേകിച്ച് കിരൺ സൂചിപ്പിച്ച പോലെ രമ്യ ഹരിദാസിന്റെ സാന്നിധ്യം, എവിടെ പോയാലും ആളെ കൂട്ടുന്ന, എവിടെ പോയാലും ഓളമുണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അത് ജയിച്ചാലും തോറ്റാലും ഒക്കെ രമ്യയുടെ ഒരു പ്രചരണ രീതി അങ്ങനെ. രമ്യ ഹരിദാസ് ആ മണ്ഡലത്തിൽ നിറങ്ങിയത് തന്നെ അങ്ങനെ. ഞാൻ അവരുടെ മണ്ഡലത്തിലേക്കുള്ള വരവ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. വളരെ ആവേശമുണ്ടാക്കിയ, ഓളമുണ്ടാക്കിയ ഒരു വരവായിരുന്നു രമ്യ ഹരിദാസിൻ്റെ. അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസ് പ്രതീക്ഷിക്കും. പക്ഷേ ഇടതുമുന്നണി ഇപ്പോഴും ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ചിറയൻകീഴ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ശക്തമായ മത്സരം നേരിടുന്ന ഇടതുമുന്നണി കണക്കാക്കുന്നത് ഒന്ന് നേമമാണ്, നെയ്യാറ്റിൻകരയാണ്, മറ്റൊന്ന് തിരുവനന്തപുരമാണ്, കോവളമാണ്, കാട്ടാക്കടയാണ്, അരുവിക്കരയാണ്. എന്നാൽ ഇനി UDF-ന്റെ പ്രതീക്ഷ കൂടി നമുക്ക് നോക്കാം. UDF വിജയപ്രതീക്ഷ കാണുന്ന 5 മുതൽ 8 വരെ സീറ്റുകളാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് നേടിയ ജില്ലയാണെന്ന് ആലോചിക്കണം. ഈ 14-ൽ 3, 5 മുതൽ 8 വരെ സീറ്റുകൾ. 8 തോന്നുന്നു, എനിക്ക് തോന്നുന്നു 9 സീറ്റുകൾ കൂടി ഉണ്ട്. ഒരു സീറ്റ് കൂടി UDF കാണുന്നുണ്ട്. എന്തായാലും അതിൻ്റെ നമുക്ക് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നോക്കാം. ഒന്ന് കോവളമാണ്. കോവളത്ത് സിറ്റിംഗ് സീറ്റാണ്. അവിടെ നേരത്തെ LDF-ന്റെ സീറ്റായിരുന്നു. നീലോദാസ് നാടാരൊക്കെ ജയിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം വിജയിച്ചിരുന്ന സീറ്റാണ്. അവിടെ നിന്നാണ് വിൻസെന്റ് പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ വീണ്ടും UDF ഉറച്ച പ്രതീക്ഷ ഒന്നാമതായി ജയിക്കുന്ന മണ്ഡലമാണ് കോവളം എന്ന് പറയുന്നത്. പക്ഷേ റൂഫസിനെ കൊണ്ടുവന്ന വഴി LDF-ഉം ഒരു ചെറിയ പ്രതീക്ഷ വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും LDF ആദ്യഘട്ടം മുതൽ റൂഫസ് ഡാനിയലിന്റെ ഭഗത് റൂഫസ് ഡാനിയൽ അദ്ദേഹത്തിന്റെ ഭഗത്തിന്റെ പിതാവാണ്. അദ്ദേഹം അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. വളരെ ജനകീയനായ ജനബന്ധമുള്ള നേതാവാണ്. ആ ഒരു തണൽ തന്നെയാണ് ഈ ഭഗത് റൂഫസ് എന്ന ചെറുപ്പക്കാരൻ അവിടേക്ക് വരുന്നത്. പക്ഷെ വളരെ ചിട്ടയായ പ്രവർത്തനം, വളരെ ജനങ്ങളോട് അടുത്തിടപഴകി ഭഗത് റൂഫസ് ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് മേൽക്കൈ നേടി തോന്നിച്ച ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ അവിടെ വിൻസെന്റ് എന്ന നേതാവിൻ്റെ ജനകീയത, 2 തവണ MLA ആയി, കോൺഗ്രസിൻ്റെ അവിടുത്തെ സംഘടനാപരമായ ശക്തി, അവിടുത്തെ മണ്ഡലത്തിൻ്റെ മറ്റ് സാമുദായിക സമവാക്യങ്ങളിലെ അനുകൂല സാഹചര്യമൊക്കെ അവിടെ കോൺഗ്രസ് ഉറപ്പിക്കുന്ന സീറ്റ് തന്നെയാണ്. കൂടുതൽ ലോജിക്ക് വരുന്ന കോൺഗ്രസിന്റെ ഉറപ്പിൽ തന്നെയാണ്. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല. തിരുവനന്തപുരത്ത് വരുന്നത് CP ജോൺ ആണ് വരുന്നത്. ഏറ്റവും അവസാനം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച കേരളത്തിലെ ഒരു മണ്ഡലമായിരിക്കും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം. 2 BJP-യും LDF-ഉം സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടന്ന ഒടുവിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ CP ജോൺ തന്നെയാണോ അവർ UDF കണക്കാക്കുന്ന പോലെ വിജയം ഉറപ്പാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും CP ജോൺ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ളവരാണ്. പക്ഷേ അദ്ദേഹം ഒരു പാർലമെന്റ് രംഗത്തേക്ക് വരാൻ അദ്ദേഹത്തിന് ഇതുവരെ ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇത്തവണ അത് സംഭവിക്കുമെന്ന് തന്നെ അദ്ദേഹവും UDF-ഉം ഉറച്ചു വിശ്വസിക്കുന്നു. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിൽ CP ജോൺ വിജയിക്കുക മാത്രമല്ല മന്ത്രിയാക്കുകയും ചെയ്യും. കാരണം CP ജോൺ UDF-ന്റെ പ്രകടന പത്രികയായാലും തന്ത്രങ്ങൾ എടുക്കലായാലും എല്ലാത്തിലും വളരെ നിർണായകമായ റോൾ വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ജയിക്കാൻ ഉറപ്പുള്ള ഒരു സീറ്റ് നൽകണമെന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ആവശ്യമില്ല. അങ്ങനെയാണ് പല സീറ്റുകളും ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും സീറ്റുകളൊക്കെ ആലോചിച്ചൊടുവിൽ ഈ തിരുവനന്തപുരം സീറ്റിലേക്ക് വലിയ എതിർപ്പ് കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. VS ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ, ശരത് പ്രസ്ഥാന നേതാക്കളൊക്കെ തിരുവനന്തപുരത്തിന് മോഹിച്ചവരാണ്.
പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കടുത്ത നിലപാട് തന്നെയാണ്. അവിടെ CPI തന്നെ മത്സരിക്കണമെന്ന നിലപാട്. അവിടെ സ്വാഭാവികമായിട്ടും UDF-നെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ നിലപാട് എടുക്കേണ്ടതാണ്. കാരണം MP രാഘവൻ വന്നത് കാലം മുതൽ CP ജോണാണ് ആ പാർട്ടിയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ CP ജോൺ ഒരിക്കൽ പോലും ഒരു MLA ആക്കാൻ പോലും UDF-ന് കഴിഞ്ഞില്ല എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം, കേരളം ആകെ ശ്രദ്ധിച്ച വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന രണ്ടു പേരെന്ന് പറയുന്നത്, ഒന്ന് വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ MLA VK പ്രശാന്ത് ആണെങ്കിൽ, അതുപോലെ തന്നെ വട്ടിയൂർക്കാവിന് പ്രിയപ്പെട്ട MLA ആയിരുന്നു K മുരളീധരൻ. രണ്ടുപേർക്കും വ്യക്തിപരമായ രാഷ്ട്രീയത്തിനുപരി വ്യക്തിപരമായ വോട്ട് ആ മണ്ഡലത്തിൽ ഓരോ സ്ഥലത്തുമുണ്ട്. പല സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചും കൺഫ്യൂഷനാണ്. രാഷ്ട്രീയമായ താല്പര്യത്തിന് അപ്പുറത്തേക്ക് വ്യക്തി താല്പര്യങ്ങൾ നോക്കുന്നവർക്ക് മുരളീധരന് വോട്ട് ചെയ്യണോ അതോ പ്രശാന്തിന് വോട്ട് ചെയ്യണോ? യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അവിടെ ശ്രീലേഖ മത്സരിക്കുന്നു. എന്തായാലും ശ്രീലേഖ നമുക്ക് ഒരു രണ്ടാം സ്ഥാനമോ പ്രതീക്ഷിക്കാൻ എന്തായാലും തൽക്കാലം നിർവാഹമില്ല. അപ്പോൾ ഇവർ രണ്ടുപേരുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം ഇവരുടെ വ്യക്തി പ്രഭാവത്തിനായിരിക്കുമോ ഒരു മേൽക്കൈ ഉണ്ടാവുക? രണ്ട് സംഭവങ്ങൾ. ഒന്ന്, K മുരളീധരൻ നേതാവ്, അദ്ദേഹത്തിന് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് അദ്ദേഹം നിർബന്ധം പിടിച്ചാൽ സെൻട്രലിൽ മത്സരിക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ലീഗിൻ്റെ സ്വാധീനമുള്ള കുറച്ച് ശക്തമായ മേഖലകളിലേക്ക് പോകാം. വടക്കൻ ജില്ലകൾ, പാലക്കാട് അദ്ദേഹത്തിന് സജീവമായിരുന്നു. അങ്ങനെ മറ്റെവിടെയും പോകാൻ മുരളീധരന് അവസരമുണ്ടായിരുന്നു. പക്ഷേ മുരളീധരൻ്റെ നിലപാടെടുത്തത്, മുരളീധരൻ വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചു പോയ ആളാണെന്ന വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കറുത്ത പൊട്ടായി അദ്ദേഹം കണ്ടിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ശക്തമായ നിലപാടെടുത്ത ഒരു കാരണവശാലും ഞാൻ മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിലേ ഉള്ളൂ, വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാമെന്ന വലിയ വിശ്വാസം K മുരളീധരനുണ്ട്. അതുകൊണ്ട് വെല്ലുവിളിയാണ് ശരിക്കും. പ്രശാന്തിനെ പോലെ അത്ര ജനകീയനായ MLA-ക്കെതിരെ മത്സരിക്കാനിറങ്ങുമ്പോൾ, BJP-ക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ, ഒരു സർക്കാർ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് വരേണ്ട, മന്ത്രി പദവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് വരേണ്ട ആളാണ് സ്വാഭാവികം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇല്ലെങ്കിൽ പോലും K മുരളീധരൻ, അദ്ദേഹം അത്തരം ഒരു നേതാവ് അവിടെ മത്സരിക്കാൻ തീരുമാനമെടുത്ത് വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. അത് മുരളീധരനെ വട്ടിയൂർക്കാവിലുള്ള വ്യക്തിബന്ധങ്ങൾ, അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങളിലുള്ള വിശ്വാസം, നേരത്തെ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു സത്പേരൊക്കെ തന്നെയാണ് മുരളീധരൻ അവിടേക്ക് മത്സരിക്കാൻ വെല്ലുവിളി ഏറ്റെടുത്തത്. VK പ്രശാന്തിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ഒരു CPM നേതാവിൻ്റെ ഒരു പ്രതിച്ഛായൽ മാത്രം കാണേണ്ട ഒരാൾ അല്ല VK പ്രശാന്ത്. VK പ്രശാന്ത് ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് വളരെ സൗമ്യമായി ഇടപെടുന്ന, മറ്റ് CPM നേതാക്കൾ ഇല്ലെന്നുള്ള ഞാൻ പറഞ്ഞു, പക്ഷേ വളരെ സൗമ്യമായി ഇടപെടുന്ന, ഏറ്റവും അടുത്ത ആളുകളുടെ രണ്ടുപേർക്കും വ്യക്തിപരമായ വോട്ടുകളുള്ള ആളുകൾ. VK പ്രശാന്ത് ഒരു ചെറിയൊരു കഥ കൂടി ഞാൻ പറയാം. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM നേതാക്കൾ വീടുകളിൽ കയറി വോട്ട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഒരു പ്രാദേശികമായി വട്ടിയൂർക്കാവ് ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് VK പ്രശാന്തും CPI സംസ്ഥാന സമിതി അംഗം വിജയകുമാറും ഒക്കെ ഉണ്ട്. അവിടെ ഒരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ കയറുമ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാവ് പ്രശാന്തിനോട് വിജയകുമാറിനൊക്കെ പറയുന്നു, ഇവിടെ കയറണ്ട, ഇവിടെ കോൺഗ്രസ് കുടുംബമാണ്, പാരമ്പര്യമായി കോൺഗ്രസ് കുടുംബമാണ്, ഇവിടെ നമ്മൾ കേട്ട് കാര്യമില്ല. അപ്പോൾ പ്രശാന്ത് പറഞ്ഞ മറുപടിയുണ്ട്, കോൺഗ്രസ് കുടുംബമാണ്, പക്ഷേ ഞാനാണ് കയറുന്നത്, എനിക്ക് 2 തവണ വോട്ട് തന്ന വീടാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു CPM MLA-ക്ക് ഒരു മണ്ഡലത്തിലുണ്ടെങ്കിൽ എത്രത്തോളം ആ മണ്ഡലത്തെ ജനങ്ങളുമായി അദ്ദേഹം അടുത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതാണ് VK പ്രശാന്തിനെ വേറിട്ട് നിർത്തുന്നത്. മറ്റൊന്ന്, ആദ്യത്തെ പ്രശാന്ത് ജയിച്ചു വന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കണക്ക് 4000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ എന്ന് CPM പ്രശാന്തിന് കണക്ക് കൂട്ടിയത്. പക്ഷേ വോട്ടിന് തൊട്ട് മുമ്പ് പ്രശാന്തിനോട് പ്രശാന്ത് പറഞ്ഞത് അതിൻ്റെ ഇരട്ടി വോട്ട്, അതായത് പാർട്ടി കൂട്ടുന്ന ഇരട്ടി വോട്ട് പ്രശാന്ത് അവകാശപ്പെട്ടു. ഞാൻ അത്ഭുതം ചോദിക്കുകയും ചെയ്തു, എങ്ങനെയാണ്? ഏതാണ്ട് പ്രശാന്ത് പറഞ്ഞ കണക്കുകൾ ശരിയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രശാന്ത് പറഞ്ഞ കണക്കുകൾ അടുത്തേക്ക് എത്തി. ഇത്തവണ പ്രശാന്ത് വലിയ ആത്മവിശ്വാസം. വളരെ പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ എല്ലാ പാർട്ടികളും ജാതിയും മതവും ഒക്കെ നോക്കി വോട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതീയമായ ചിന്തിച്ച ആളുകൾ വോട്ട് ചെയ്യും. ഒരു ജാതിയുടെ ആളുകളെ മാത്രം എല്ലാ പാർട്ടികളും മത്സരിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ്. അങ്ങനെ ജാതിയും മതവും ഒന്നും നോക്കിയല്ല, കൊള്ളാവുന്ന സ്ഥാനാർത്ഥി വന്നാൽ ആളുകൾ ജയിപ്പിക്കും, അതും വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുമെന്ന് ഒരു കേരളത്തിന് തെളിയിച്ചു തന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. ഈ 3 മണ്ഡലങ്ങൾ, കോവളം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, അത് UDF പറയുന്നതിന് ചില അവകാശവാദങ്ങൾക്ക് ചില ലോജിക്കുണ്ട്. പക്ഷേ നെയ്യാറ്റിൻകര എങ്ങനെയാണ് UDF ഒരു ഉറച്ച മണ്ഡലമായി? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.